ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് 2025 ഡിസംബർ 18. വാർത്താ മോർണിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. വോട്ടർ പട്ടിക പുതുക്കൽ വിവരശേഖരണം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വീടാന്തരമുള്ള വിവരശേഖരണം ഇന്ന് അവസാനിക്കും. നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം 25 ലക്ഷത്തോളം പേർ മരണം, താമസം മാറൽ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം. ഇവരുടെ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 23 പ്രസിദ്ധീകരിക്കും. മസാല ബോണ്ട് കേസ് മുഖ്യമന്ത്രിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഇഡി നൽകിയ ഷോക്കോസ് നോട്ടീസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, TM തോമസ് ഐസക് എന്നിവർ നൽകിയ ഹർജി ജസ്റ്റിസ് VG അരുൺ ഇന്ന് പരിഗണിക്കും. ഇഡിയുടെ നടപടി അധികാരപരിധിക്ക് പുറത്താണെന്നും റിസർവ് ബാങ്ക് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നുമാണ് ഹർജിയിലെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണ സംഘം ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമെന്നാണ് സൂചന. ശബരിമല ഭണ്ഡാരത്തിൽ അനധികൃത പ്രവേശനം പാടില്ലെന്ന് ഹൈക്കോടതി. ശബരിമല ഭണ്ഡാരത്തിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ള അനധികൃത വ്യക്തികൾ പ്രവേശിക്കുന്നത് കർശനമായി തടയാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. കൂടാതെ നിലയ്ക്കലിൽ പോലീസുകാർക്കായി പ്രത്യേക കൗണ്ടർ മാറ്റിവെക്കുന്നതിനെയും കോടതി വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് പിന്നാലെ കണ്ണൂരിൽ സംഘർഷം. CPM-നെതിരെ സതീശൻ. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ CPM വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പാനൂർ, പയ്യന്നൂർ മേഖലകളിൽ UDF പ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായതായും ഗാന്ധി പ്രതിമകൾ തകർക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. അക്രമികൾക്കെതിരെ ശക്തമായ പോലീസ് നടപടി വേണമെന്നും രാഷ്ട്രീയ അക്രമങ്ങൾ വച്ചുപൊറുപ്പിക്കില്ലെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകി. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം 8 ജില്ലകളിൽ UDF-ന് മുന്നേറ്റം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം വ്യക്തമായപ്പോൾ 8 ജില്ലകളിൽ UDF ആധിപത്യം ഉറപ്പിച്ചു. 6 ജില്ലകളിൽ LDF-നാണ് മേൽക്കൈ. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും UDF വൻ മുന്നേറ്റം നടത്തിയപ്പോൾ ജില്ലാ പഞ്ചായത്തുകളിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഒരു ജില്ലയിലും ഭരണം പിടിക്കാൻ NDAക്ക് സാധിച്ചില്ല. ക്ഷേത്രങ്ങളിലെ മതപഠന സിലബസ് പരിഷ്കരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ മതപഠനശാലകളിലെ സിലബസും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കാൻ ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. ആധുനിക വിദ്യാഭ്യാസ നിലവാരത്തിനൊപ്പം നിൽക്കുന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ രീതിയിൽ പാഠ്യപദ്ധതി മാറണമെന്നും കോടതി വ്യക്തമാക്കി. കേരള നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവം ജനുവരിയിൽ. 4ാമത് കേരള നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവം 2026 ജനുവരി 7 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് നടക്കും. നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന മേളയിൽ 200-ലധികം പ്രസാധകർ പങ്കെടുക്കും. പ്രശസ്ത എഴുത്തുകാർ പങ്കെടുക്കുന്ന സാഹിത്യ ചർച്ചകൾ, സംവാദങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. വൈറൽ പാരഡി ഗാനത്തിനെതിരെ സൈബർ പോലീസ് കേസെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരെ കേരള സൈബർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ഈണം ഉപയോഗിച്ച് നിർമ്മിച്ച ഗാനം മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന പരാതിയിലാണ് നടപടി.
ഗാനത്തിന്റെ രചയിതാവ്, ഗായകൻ എന്നിവരടക്കം 4 പേർക്കെതിരെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ സൈബർ തട്ടിപ്പ്. കൊച്ചി എളംകുളം സ്വദേശിയായ 77-കാരിക്ക് സൈബർ തട്ടിപ്പിലൂടെ 6.3 കോടി രൂപ നഷ്ടമായി. മുംബൈ പോലീസാണെന്ന വ്യാജേന ഫോണിൽ ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രത്യാഘാതം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പാലക്കാട് DCC ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചുവരുത്തി. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി. ധാക്കയിലെ ഇന്ത്യൻ മിഷനുകൾക്ക് നേരെയുണ്ടാകുന്ന പ്രതിഷേധങ്ങളും സുരക്ഷാ ഭീഷണികളും ഇന്ത്യ ഗൗരവമായി കാണുന്നുവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി 100% ഉയർത്തുന്നതിനുള്ള ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകി. നിലവിലിത് 74%. കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കാനും ഇൻഷുറൻസ് സേവനങ്ങൾ രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കാനും ഈ മാറ്റം സഹായിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ഡെസേർട്ട് സൈക്ലോൺ 2 സൈനികാഭ്യാസം ആരംഭിക്കുന്നു. ഇന്ത്യയും UAEയും സംയുക്തമായി നടത്തുന്ന ഡെസേർട്ട് സൈക്ലോൺ സൈനികാഭ്യാസം ഇന്ന് അബുദാബിയിൽ ആരംഭിക്കും. ഡിസംബർ 30 വരെ നീളുന്ന ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ കരസേനയുടെ മെക്കനൈസ്ഡ് ഇൻഫൻട്രി റെജിമെന്റിൽ നിന്നുള്ള സംഘം അബുദാബിയിലെത്തി. ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്. 68ാമത് ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാസ്കർ, സിമ്രാൻ പ്രീത് കൗർ ബ്രാർ എന്നിവർ സ്വർണം നേടി. ന്യൂഡൽഹിയിലെ കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ചിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വാർത്ത തുടരും. സൈനിങ് ഓഫ്.